नमस्ते बच्चों, सभी का स्वागत है ഹിന്ദി ഈ ഗുരു മേ. അപ്പം മക്കളെ, എല്ലാവരും വീട്ടിൽ ലോക്ക്ഡൗൺ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സുരക്ഷിതരായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അഥവാ നിങ്ങൾക്ക് പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീട്ടിൽ കയറുന്നതിന് മുമ്പ് കയ്യും കാലും സോപ്പിട്ട് കഴുകുക, അല്ലെങ്കിൽ സാനിറ്റൈസർ യൂസ് ചെയ്യുക. ഓക്കെ? तो बच्चों, आज हम 9वीं कक्षा के पहली इकाई का तीसरा पाठ पक्षी और दीमक एक कहानी मुक्तिबोध गजानन माधव मुक्तिबोध की एक प्रसिद्ध कहानी पढ़ने के लिए जा रहे हैं. सब लोग तैयार है ना? तो देखिए बच्चों, പക്ഷി ഓർ ദീമക്. പക്ഷി എല്ലാവർക്കും അറിയില്ലേ? ദീമക് എന്ന് പറഞ്ഞാൽ ചിതൽ. ഇംഗ്ലീഷിൽ എന്ത് പറയുന്ന അറിയോ? വൈറ്റ് ആൻഡ് എന്ന് പറയും. ചിതൽ കാണാത്തവരായിട്ട് ആരുണ്ടാവില്ല അല്ലേ? ഈ മരത്തിൻ്റെ തടിയിലും നമ്മുടെ പഴയ ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലും എല്ലായിടത്തും നമുക്ക് ചിതലിനെ കാണാൻ സാധിക്കും അല്ലേ? ആരും കാണാത്തവരായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവരുടെ കഹാനി, ഇവരുടെ കഥയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ? അപ്പോൾ അതിനൊക്കെ മുന്നേ നമ്മുടെ പക്ഷി ഓർ ദീമകിൻ്റെ കഹാനികാരായിട്ടുള്ള മുക്തിബോധിനെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ? ഗജാനൻ മാധവ് മുക്തിബോധ്. ഗജാനൻ മാധവ് മുക്തിബോധ് എന്നാണ് നമ്മുടെ മുക്തിബോധിൻ്റെ മുഴുവനായിട്ടുള്ള പേര്. മുക്തിബോധ് എന്താ? തൂലികാ നാമമായിട്ട് അറിയപ്പെടുന്നതാണ്. हिंदी साहित्य की स्वातंत्र्योत्तर प्रगतिशील काव्यधारा के शीर्षस्थ വ്യക്തിത്വം. നമ്മുടെ ഹിന്ദി സാഹിത്യത്തിലെ സ്വാതന്ത്ര്യം കഴിഞ്ഞു വരുന്ന കാലഘട്ടത്തിലെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു കഹാനികാരാണ്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാണ് ആര്? നമ്മുടെ മുക്തിബോധ്. സർവാധിക് ചർച്ച കെ കേന്ദ്ര മേ രഹനെ വാലെ കഹാനിക്കാർ ഏവം സമീക്ഷക്. അതായത് അധികം ഈ ഡിബേറ്റുകളൊക്കെ ഉണ്ടാവില്ലേ? ചർച്ചാക്ക് കേന്ദ്രം ഡിബേറ്റുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. എന്താണ്? നിരൂപകനാണ്, വിമർശകനാണ്, അതേപോലെ തന്നെ കഹാനിക, ഒരു കഥാകാരനും കൂടിയാണ്. പ്രമുഖ രചനകൾ എന്തൊക്കെയാണ്? ചാന്ദ് കാ മുഹട്ടെ ഡാഹെ, ഭൂരി ഭൂരി കാക്ദൂൽ, അതായത് കവിതാ സംഗ്രഹമാണ്. കാട്ട് കാ സപ്ന, വിപാത്ര, സതഹ് സെ ഉടുത്ത ആത്മി, അത് കഹാനി സംഗ്രഹമാണ്. നയി കവിത കാ ആത്മസംഘർഷ്, അതൊരു ആലോചനയാണ്, ക്രിറ്റിസിസമാണ്. അപ്പോൾ ഇവർ ജന്മം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ജനിച്ചത് നവംബർ 1927, അതായത് നവംബർ 13, 1927 ജനിച്ചു. മരണപ്പെട്ടതോ? മൃത്യു എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടതെന്നാണ്? 11 സിതംബർ 1964, അതായത് സെപ്റ്റംബർ 11, 1964 മരിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കഹാനിയിലോട്ട് പോകാം. എന്താണ് ഇപ്പോൾ മുക്തിബോധ് ആരാന്ന് നമുക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എക്സാമിനൊക്കെ ക്വസ്റ്റ്യനൊക്കെ വരികയാണെങ്കിൽ മുക്തിബോധിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിന്ന് ഏതെങ്കിലും എന്തെഴുതിക്കുക? ഫസ്റ്റത്തെ വൈറ്റിൻ്റെ എഴുതിക്കുക ഹിന്ദി സാഹിത്യക്ക് സ്വാതന്ത്ര്യോത്തര പ്രഗതിശീൽ കാവ്യധാരാക്ക് ശീർഷസ്ഥ വ്യക്തിത്വ ഹേ മുക്തിബോധ് എഴുതി വയ്ക്കുക. അല്ലെങ്കിൽ പ്രസിദ്ധ സാഹിത്യകാർ ഹേ, പ്രസിദ്ധ കഹാനികാർ ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കഹാനികാരനെ കുറിച്ച് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ കഹാനിയിലോട്ട് പോവാം. പക്ഷി ഓർ ദീമക് മുക്തിബോധിൻ്റെ കഹാനി, കഥയാണ് പക്ഷിയും ചിതലും. ഇതിൽ ഞാൻ വായിച്ചു തരാം. വായിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു പോവാം. അർത്ഥം ഞാൻ വേറെ ആയിട്ട് പറയുന്നില്ല, കാരണം ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കഹാനി അല്ലെങ്കിൽ കഥ ആയതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടും. അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ തന്നെ ഞാൻ ഒരുമിച്ച് അർത്ഥം പറഞ്ഞു പോവാം. നിങ്ങൾ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഓരോ വേർഡിൻ്റെയും മീനിങ് എഴുതി വയ്ക്കുക. ഓക്കെ? അപ്പോൾ തുടങ്ങാം. ഏകദാ പക്ഷി. എന്താണ്? ഒരു പക്ഷി ഉണ്ടായിരുന്നു. വ നീലേ ആസ്മാനുമേ ഖൂബ് ഊഞ്ചായ് പർ ഉഡ്താ ജാ രഹാ താ. എന്താണ്? ആ പക്ഷി നീലേ ആസ്മാനുമേ, നീലാകാശത്തിൽ, ആസ്മാൻ ആകാശത്തിൽ, ഖൂബ് ഊഞ്ചായ് പർ എന്ന് പറഞ്ഞാൽ വളരെയധികം ഉയരത്തിൽ എന്നാണ്. ഖൂബ് ഊഞ്ചായ് പർ ഉഡ്താ ജാ രഹാ താ. ഉഡ്ന എന്ന് പറഞ്ഞാൽ പറക്കുക, പറന്നുകൊണ്ട് പോവുമായിരുന്നു. ഉസ്കെ സാത്ത് ഉസ്കെ പിതാ ഓർ മിത്ര ഭി ഥേ. അവൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഉസ്കെ പിതാ, അവൻ്റെ അച്ഛനും അതേപോലെ തന്നെ മിത്ര, അവൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു. സബ് ബഹുത് ഊഞ്ചായി പർ ഉഡ്നെ വാലെ പക്ഷി ഥേ. അപ്പം എല്ലാവരും വളരെ ഉയരത്തിൽ പറക്കുന്നവരായിരുന്നു. ഉൻകി നിഗാഹേം ഭി. എന്താണ്? അവരുടെ നോട്ടം, ദൃഷ്ടി എന്നൊക്കെ പറഞ്ഞു. നിഗാഹ് എന്ന് പറഞ്ഞാൽ അവരുടെ ലുക്ക്, നസർ, ദൃഷ്ടി എന്നൊക്കെ പറഞ്ഞു. നോട്ടം എങ്ങനെയാണ്? ബഡി തേസ്തി, നല്ല ഷാർപ്പായിരുന്നു, നല്ല മൂർച്ചയുള്ളതായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ പരുന്ന് കഴുകനൊക്കെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ വട്ടിട്ട് പറക്കുന്ന? പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ ആ കഥകളൊക്കെ? അപ്പോൾ എന്തുകൊണ്ടാണ്? അവരുടെ
അത്രയും അവരുടെ കണ്ണുകൾ നല്ല ഷാർപ്പായതുകൊണ്ട് നല്ല തേസ് നല്ല മൂർച്ചയുള്ളതായിരുന്നു. ഉന്നി ദൂർ ദൂർ കി ഭനക് और दूर दूर की महक भी मिल जाती. അവർക്ക് എന്താണ് ദൂർ ദൂർ കി ഭനക്. ഭനക് എന്ന് പറഞ്ഞാൽ ചെറിയ ഒച്ച, ലോ സൗണ്ട്, ചെറിയ ചെറിയ ഒച്ചകളൊക്കെ അവർക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. മാത്രമല്ല ദൂർ ദൂർ കി മഹക് ബി മിൽ ജാത്തി. അവർക്ക് എന്താണ് ദൂരത്തുണ്ടാകുന്ന സുഗന്ധം, മഹക്ക് എന്ന് പറഞ്ഞാൽ സുഗന്ധം അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് എന്ന് പറയാം, സുഗന്ധം അവർക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. एक दिन वह नौजवान पक्षी जमीन पर चलती हुई एक बैलगाड़ी को देख लेता है. एक दिन ഒരു ദിവസം ആ നൗജവാൻ പക്ഷി, നൗജവാൻ പക്ഷി എന്ന് പറഞ്ഞാൽ ആ യുവാവായിട്ടുള്ള യങ്ങായിട്ടുള്ള ആ ഒരു യുവാവായിട്ടുള്ള പക്ഷി ജമീൻ പർ, ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ നിലത്തു കൂടെ എന്ത് പോവാണ്, കാരണം മുകളിലല്ല പറക്കുന്നത്, അപ്പോൾ ഭൂമിയിലൂടെ എന്ത് പോവാണ്, നിലത്തിലൂടെ എന്ത് പോവാണ്, ചൽത്തി ഹുയി എക് ബേൽഗാഡി കോ ദേഖ് ലേത്താ ഹേ. ഒരു കാളവണ്ടിയെ ആര് കാണുകയാണ്, നമ്മുടെ ഈ പക്ഷി കാണുകയാണ്. ഉസ്മേ ബഡേ ബഡേ ബോരേ ഭരേ ഹുയേ ഹേ. അതെന്താണ്, ആ കാളവണ്ടിയിൽ ബഡേ ബഡേ വലിയ വലിയ ബോരെ, ബോരെ എന്ന് പറഞ്ഞാൽ ചാക്ക് എന്ന് പറയും, സാക്ക് എന്ന് പറയും. എന്താണ് ചാക്ക്, ഇംഗ്ലീഷിൽ സാക്ക് എന്ന് പറയും. ബോരെ എന്ന് പറഞ്ഞാൽ ചാക്കാണ്. അപ്പോൾ വലിയ വലിയ ചാക്കുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ആ കാളവണ്ടി. ഗാഡിവാല ചില്ലാ ചില്ലാക്കർ കത്താ ഹേ. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ കച്ചവടം ചെയ്യുമ്പോൾ എന്താ ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്തിട്ടല്ലേ പോവാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ കാളവണ്ടിക്കാരനും ചില്ലാ ചില്ലാക്കർ എന്ന് പറഞ്ഞാൽ എന്താ, ഉറക്കെ വിളിച്ചുകൊണ്ട് എന്താ പറയുന്നത്, ദോ ധീമകേലോ എക് പങ്കുദോ, ദോ ധീമകേലോ എക് പങ്കുദോ, ദോ ധീമകേലോ രണ്ട് ചിതലിനെ എടുക്കൂ, ലോ എന്ന് പറഞ്ഞാൽ എടുക്കൂ, എക് പങ്കുദോ അതിന് പകരം എനിക്ക് എന്ത് നൽകൂ, ഒരു ചിറക് നൽകൂ എന്നാണ്. അപ്പോൾ ആരോടാവും പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷികളോടാവും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ. പക്ഷികളോട് നേരിട്ട് അവരോട് പറയാണ്, ആ ധോതിമക്കയിലോ ആ രണ്ട് ചിതലിനെടുത്തോളൂ, നിങ്ങളൊരു പങ്ക്, നിങ്ങൾ എനിക്കൊരു ചിറക് തന്നോളൂ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവാണ് നമ്മുടെ കാളവണ്ടിക്കാരൻ. നിങ്ങളിപ്പോൾ ചിത്രത്തിൽ തന്നെ കണ്ടില്ലേ, കാളവണ്ടിക്കാരനാണത്. ആ കണ്ടോ, കാളവണ്ടിയിൽ നിറയെ ചാക്ക് ഇരിക്കുകയാണ്. ചാക്കിൽ എന്താണ്, ധീമകയും എന്താണ്, നമ്മുടെ ചിതലുകളാണ് ഇരിക്കുന്നത്. വൈറ്റ് ആൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അങ്ങനെ നമ്മുടെ കാളവണ്ടിക്കാരൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോണത് നമ്മളെ നൗജവാൻ പക്ഷി ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോഴോ ഉസ് നൗജവാൻ പക്ഷിക്കോ ധീമകോ കാ ഷോക്ക് താ. എന്താണ് ആ നൗജവാൻ പക്ഷിക്ക്, നമ്മുടെ പക്ഷിക്കാണെങ്കിൽ എന്തിന് താല്പര്യം, എന്തിന് ഇഷ്ടമായിരുന്നു, ഷോക്ക് എന്ന് പറഞ്ഞാൽ താല്പര്യം, ആസക്തി, ഒരു ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയും. എന്തിന് ഇൻട്രസ്റ്റ് ആയിരുന്നു, ധീമകോ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡിനോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാവില്ല, അതേപോലെ നമ്മുടെ പക്ഷിക്ക് ചിതലിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. वैसे तो ऊंचे उड़ने वाले पंछियों को हवा में ही बहुत से कीड़े तैरते हुए मिल जाते, जिन्हें खाकर वे अपनी भूख थोड़ी बहुत शांत कर लेते. എന്താ അപ്പൊ പക്ഷികളുടെ വേറെ പേരാണ് കേട്ടോ പഞ്ചിയ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾക്ക് ഹവാമേഹി, ഹവ എന്ന് പറഞ്ഞാൽ വായുവിൽ നിന്ന് തന്നെ അവർ പറക്കില്ലേ, അവിടെ നിന്ന് തന്നെ അവർക്ക് ഒരുപാട് കീടം എന്ന് പറഞ്ഞാൽ പ്രാണികളെ ഇങ്ങനെ നടക്കുന്ന തയർത്തേ പോയി ഇങ്ങനെ നീന്തി നടക്കുന്ന, അതായത് പ്രാണികൾ പോകുന്ന കണ്ടിട്ടില്ലേ, അങ്ങനെ നടക്കുന്ന പ്രാണികൾ ഒരുപാട് കിട്ടും. ജിനെ കാക്കർ അതിനെന്ത് ചെയ്യും, അവർ ഭക്ഷിക്കും. അവർ ഭക്ഷിച്ചിട്ട്, കാക്കർ എന്ന് പറഞ്ഞാൽ ഭക്ഷിച്ചിട്ട് അപ്പനി ഭൂക്ക് ദോടേ ബഹുത് ശാന്ത് കർലേത്തെ. വിശപ്പ് അടങ്ങും, പക്ഷെ വയറ് നിറച്ചിട്ടല്ല. ദോടി ബഹുത് കുറച്ചൊക്കെ അവരെ വിശപ്പടക്കും അവർ എന്നാണ് പറയുന്നത്. എന്നാലോ ലേക്കിൻ ധീമകെ സിർഫ് ജമീൻ പർ മിൽത്തി തി. നമ്മുടെ ചിതലുകളാണെങ്കിലോ ഭൂമിയിൽ കിട്ടും അല്ലേ. കബി കബി പേടോമ്പർ ചിലപ്പോഴൊക്കെ മരങ്ങളിലും കാണാൻ സാധിക്കും. അത് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ, മരങ്ങളിലൊക്കെ. എങ്ങനെ മരങ്ങളിൽ, ജമീൻ സേ തനി പറിച്ചെടുക്കാർ, ഭൂമിയിൽ നിന്ന് നമ്മുടെ മരത്തിൻ്റെ തടിയിലോട്ട് കയറുന്ന കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും. തനി എന്ന് പറഞ്ഞാൽ ആ വൃക്ഷത്തിൻ്റെ ആ ഒരു തടിക്കാണ് തനി എന്ന് പറയുക. ചെടുക്കെന്ന് പറഞ്ഞാൽ അതിൽ കയറിയിട്ട് മൂഞ്ചിയിട്ടാലത്തൊക്കെ എവിടെ വരെ, നമ്മൾ ഉയർന്ന ആ കൊമ്പിൻ്റെ ആ തറ്റം വരെ, ഉയർന്നു നിൽക്കുന്ന ആ കൊമ്പിൻ്റെ തറ്റം വരെ ചിലപ്പോൾ അത് വ്യാപിച്ചിരിക്കും. എങ്ങനെ വേപ്പന മട്ടിയാല ലംബാഗർ, മട്ടിയാല എന്ന് പറഞ്ഞാൽ അവരുടെ ചെളി നിറഞ്ഞ ചിതലിൻ്റെ, നമ്മൾ നേരത്തെ ഒരു പിക്ചർ കണ്ടില്ലേ ചെളി നിറഞ്ഞത്, ആ ചെളി നിറഞ്ഞ അവർ നീളത്തിലുള്ള ഒരു വീട് അവർ നിർമ്മിക്കും. ബനാലെത്തി ലേക്കിൻ ഏസെ കുച്ച് ഹി പേട് ഹോത്തെ और वे सब एक जगह न मिलते. അങ്ങനെ ഈ ചെതൽ പിടിക്കുന്ന മരങ്ങളാണെങ്കിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ കാണുള്ളൂ. കുച്ച് ഹി പേട് ഹോത്തെ, കുറച്ച് മരങ്ങളെ ഉണ്ടായിരിക്കുള്ളൂ. और वे सब एक जगह न मिलते, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുമിച്ചൊന്നും നമുക്ക് അവരെ കാണാൻ സാധിക്കില്ല എന്നാണ് നമ്മളൊരു
പക്ഷി പറയുന്ന പോലെ പറയാണ്. പക്ഷി ഇങ്ങനെ പറയുന്ന ഞങ്ങൾക്ക് ഒരുപാട് കീടങ്ങളെ ഞങ്ങൾക്ക് ഈ വായിൽ നിന്ന് തന്നെ ഒരുപാട് കിട്ടും. പക്ഷെ ഞങ്ങളുടെ കുറച്ച് മാത്രമേ ഞങ്ങൾക്ക് വിശപ്പടക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ എന്താ ചിതലുകളാണെങ്കിലോ നിലത്ത് മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. മാത്രമല്ല ചിലപ്പോഴൊക്കെ മരങ്ങളിലും വ്യാപിച്ചു കിടക്കും. എങ്ങനെ? ഭൂമിയിൽ നിന്ന് മട്ടിയാലാലംബകർ, അവരുടെ ചെളി നിറഞ്ഞ ആ വീട് അവർ നീളത്തിൽ ഊഞ്ചിയിട്ടാലത്തേക്ക് ആ ഉയർന്ന കൊമ്പ് വരെ വ്യാപിച്ചു കിടക്കുന്ന പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാലോ. മരത്തിലും നമ്മുടെ നേരത്തെ പറഞ്ഞു നമ്മുടെ പഴയ ബുക്കുകളിലൊക്കെ ഉണ്ടാവുന്നല്ലേ. അപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ ആ മരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ചെതലിനെയാണ്. നേരത്തെ നമ്മൾ പിക്ചർ കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടിയാലാലംബകർ അല്ലേ, ചിതലിൻ്റെ മട്ടിയാല ചെളി നിറഞ്ഞ നീളത്തിലുള്ള വീട് എന്ന് പറയുന്നത്. കണ്ടിട്ടില്ലേ എല്ലാവരും? നമ്മുടെ കാളവണ്ടിക്കാരൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോവാണ്. ദോ ധീമകയിലും ഏക്ക് പങ്കുതോം, രണ്ട് ചിതലിനെടുത്തോളൂ, എനിക്കൊരു ചിറക് തന്നോളൂ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ പക്ഷി ഇങ്ങനെ ആലോചിക്കുകയാണ്. നൗജൻ പക്ഷിക്കൊല്ലത് അവർക്ക് തോന്നി, ഈ ഭൂത് ബഡി സുവിധ ഹെ, ഇത് നല്ല കാര്യമല്ലോ. സുവിധ എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ്, ലാഭം. ഇത് നല്ല ലാഭമായല്ലോ എനിക്ക്. എന്താണ്? ഏകാത്മി ധീമകോങ്കോ ബോരോമേ ഭർക്കർ ബേച്ചാ ഹെ, ഒരു മനുഷ്യൻ ധീമകോങ്കോ ബോരോമേ ഭർക്കർ, ഈ ചിതലുകളെ ചാക്കിലാക്കിയിട്ട് ഇതാ വിൽക്കാൻ നടക്കുന്നു. അതെനിക്ക് വളരെ നേട്ടമായല്ലോ. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ്. എനിക്ക് പിന്നെ വല്ല എന്തിനാവശ്യമില്ല, കൊത്തി തിന്നേണ്ട ആവശ്യമില്ല. എനിക്കത് സുഖമായി. ബാപ്പനെ ഊഞ്ചായിയോൻ ചോടുക്കർ മണ്ടരാത്താവോ നീച്ചുതാത്താ ഹെ, അവന്റെ ആ ഉയരത്തിൽ പറക്കുന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്തു? മെല്ലെ മെല്ലെ ചുറ്റിക്കറങ്ങി നിങ്ങൾ കണ്ടുണ്ടാവൂലേ പരുന്തുകളൊക്കെ എങ്ങനെയല്ല കറങ്ങി കറങ്ങി ഇങ്ങനെ വരികയില്ല. അപ്പൊ മണ്ടരാത്താവോ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങി കറങ്ങി എന്ത് ചെയ്തു? നീച്ചേ ഉതർത്താ ഹെ, താഴെ വന്നിറങ്ങി. ഉതർത്തുന്ന എന്ന് പറഞ്ഞാൽ ഇറങ്ങുക എന്നർത്ഥം. താഴെ എത്തി. അവർ എവിടെ? അവർ പേടിക്കേക്ക് ടാൽ പർ ബൈഠ് ജാത്താ ഹെ, അങ്ങനെ ഒരു മരക്കൊമ്പിൽ വന്നിട്ട് നമ്മുടെ പക്ഷി ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ പിക്ചർ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ദോനോ കാ സൗദ തൈ ഹോ ജാത്താ ഹെ, അപ്പൊ രണ്ടുപേരുടെയും കച്ചവടം. സൗദ എന്ന് പറഞ്ഞാൽ ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം എന്ന് പറയും. തൈ ഹോ ജാത്താ ഹെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഉറപ്പ് വരുത്തുക. അതാണ് തൈ ഹോ ജാത്താ ഹെ എന്ന് പറഞ്ഞാൽ കേട്ടോ. അങ്ങനെ രണ്ടുപേരുടെ കച്ചവടം ഉറപ്പിച്ചു. പിന്നെയോ അങ്ങനെ നമ്മുടെ പക്ഷി അപ്പനി ചോഞ്ച് എന്ന് പറഞ്ഞാൽ ചുണ്ട്, കൊക്ക് എന്ന് പറയാം. തൻ്റെ കൊക്ക് കൊണ്ട് എക്ക് പറക്കു ഖീഞ്ച് കർ തോടനെ മ്യൂസി തക്ലീഫ് ഹോത്തി ഹെ, തൻ്റെ കൊക്ക് കൊണ്ട്. അപ്പോൾ അതിന് പകരം ഒരു ചിറക് കൊടുക്കണ്ടേ? എക്ക് പറക്കു ഖീഞ്ച് കർ തോടനെ. എക്ക് പറന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന ഉദ്ദേശിച്ചത് എന്നാൽ എന്നർത്ഥമല്ല കേട്ടോ. നമ്മുടെ എന്തല്ല യോജക ശബ്ദമോ അല്ലെങ്കിൽ പരസർഗം ഒന്നുമല്ല. ഇവിടെ പറയുന്ന ഉദ്ദേശിച്ചത് തൂവലാണ് അല്ലെങ്കിൽ ചിറക്. ഇംഗ്ലീഷിൽ വിങ് എന്ന് പറയാം അല്ലേ? വിങ്സ്, ചിറകുകൾ എന്നൊക്കെ പറയാം. അപ്പോൾ ചിറകിനെയാണ്. അപ്പോൾ ആ ചിറകിനെ തൻ്റെ കൊക്ക് കണ്ട് കീഞ്ചകർ തോടിനുമ്പ്, കീഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിക്കുക, കീഞ്ചകർ എന്ന് പറഞ്ഞാൽ വലിക്കുക, തോടിനുമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിക്കുക, വലിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ലൂസേ തക്ലീഫ് ഹോത്തി ഹെ, വളരെയധികം ബുദ്ധിമുട്ട് അവന് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്നാലും ലേക്കിൻ ഉസേവ് ബർദാശത്ത് കർ ലേത്താ. അപ്പം ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, അപ്പോൾ അതെല്ലാം അവൻ സഹിക്കും. ബർദാശത്ത് കർണ എന്ന് പറഞ്ഞാൽ എല്ലാം അവൻ അതിൽ സഹിക്കും. പിന്നെയോ മോഹമേ ബഡേ സ്വാദ് കെ സാത്ത് ദോ ധീമകേൻ തബാക്കർ വ പക്ഷി ഫൂഡ് സേ ഉഡ് ജാത്താ ഹെ. അങ്ങനെ എന്ത് ചെയ്തു? അതിന് സന്തോഷമായില്ലേ, ഒരു ചിറക് കൊടുത്താലെന്താ, എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ഭക്ഷണം കിട്ടി. അങ്ങനെ അവൻ എന്ത് ചെയ്തു? മോഹമേ ബഡേ സ്വാദ് കെ സാത്ത് ഹി ദോ ധീമകേൻ തബാക്കർ വ പക്ഷി ഫൂഡ് സേ ഉഡ് ജാത്താ ഹെ എന്നാണ്. അപ്പോൾ തൻ്റെ വായുകൊണ്ട് രണ്ട് എന്തിലെ ചെതലുകളെ കൊത്തിയെടുത്തുകൊണ്ട് ചുണ്ടിൽ അമർത്തി പിടി, ദബാന എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്യുക, അമർത്തി പിടിക്കുന്നതിനെ പറയാം. അപ്പോൾ പക്ഷി ഫുർസെ ഉടിച്ചാത്ത, അപ്പം പെട്ടെന്ന് തന്നെ ആ ചിറകടിക്കുമ്പോഴുള്ള ശബ്ദത്തിനെയാണ് ഫുർ എന്ന് പറയാത്ത. ഫുർസെ ഉടിച്ചാത്ത, അവൻ പെട്ടെന്ന് തന്നെ പറന്നു പോവുകയാണ്. പിന്നെയോ अब उस पक्षी को गाड़ी वाले से 2 धीमगीन खरीदने और एक पर देने में बड़ी आसानी മാലു പോയി. എന്താ പറയുന്നത്? അവന് കച്ചവടം സ്ഥിരമായില്ലേ, അതുകൊണ്ട് ഒരു ചിറക് കൊടുത്താൽ എന്താ, എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ അവനൊരു പ്രശ്നമായിട്ടേ ആർക്ക് തോന്നിയില്ല, നമ്മുടെ നൗജുവാൻ പക്ഷിക്ക് തോന്നിയില്ല. രണ്ട് ചെതില് എനിക്ക് കിട്ടുമല്ലോ പകരം, അതുകൊണ്ട് അവനിക്ക് അതിനൊരു പ്രശ്നമായിട്ടേ തോന്നിയില്ല. എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും ഞാൻ എൻ്റെ ചിറക് കൊടുക്കും എന്നുള്ളൊരു കച്ചവടത്തിൽ അവർ ഉറപ്പിച്ചു. അങ്ങനെ അവൻ എന്ത് ചെയ്തു? रोज तीसरे पहर नीचे उतरता और गाड़ी वाले को एक पंग देकर 2 धीमगीन खरीद लेता. അവൻ എന്നും റോസ് എന്നാല് ഡെയിലി എന്നും തീസറേ പഹർ,
തീസരെ പഹർ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ യാമം. ഈ യാമം എന്ന് പറഞ്ഞാൽ പഹർ എന്ന് പറഞ്ഞാൽ യാമാണ്. യാമം എന്ന് പറയുന്നത് 3 മണി മുതൽ തുടങ്ങുന്നതാണ്. അതായത് പുലർച്ചെ 3 മണി മുതൽ തുടങ്ങുന്നതാണ് യാമം. അപ്പോൾ 3 മണി തൊട്ടിട്ട് 6 മണി വരെ ഒരു യാമം. അതേപോലെ തന്നെ 6 മണി തൊട്ടിട്ട് 9 മണി വരെ രണ്ടാമത്തെ യാമം. ഇത് നമ്മൾ തീസരെ പഹർ എന്നല്ല പറഞ്ഞുള്ളത്. അപ്പോൾ 9 മുതൽ 12 മണി വരെയാണ് മൂന്നാമത്തെ യാമം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം 8 യാമങ്ങളാണുള്ളത്. അപ്പോൾ ഓരോ യാമവും 3 മണിക്കൂർ ഇടവിട്ടിട്ടാണ്. മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ തീസരെ പഹർ ഏകദേശം ഒരു 9 മുതൽ 12 മണി ആ ഇടയ്ക്കുള്ള ടൈമിലാണ് ആര് നമ്മുടെ നൗജവാൻ പക്ഷി എന്ത് കൊടുക്കുക, നമ്മൾ തൻ്റെ ചിറക് കൊടുത്തിട്ട് ആ കാളവണ്ടിക്കാരിൽ നിന്നിട്ട് 2 ചിതലുകളെ വാങ്ങിക്കുക. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, പക്ഷി അപ്പിനെ പങ്ക് ദേക്കർ ദീമക് ലേത്താ ഹെ. പക്ഷി തൻ്റെ ചിറക് കൊടുത്തിട്ട് ചിതലിനെ മേടിക്കുന്നു. യഹാം പക്ഷിക്ക കോൺസാ മനോഭാവ പ്രകട ഹോത്താ ഹെ. ഇവിടെ പക്ഷിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമാവുന്നതെന്നാണ്. ഏത് മനോഭാവമാണ് നമുക്കറിയാലേ. ആ പക്ഷിക്ക് തൻ്റെ ഭാവി കാര്യത്തെക്കുറിച്ചിട്ട് ഒരു ചിന്തയില്ല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ആ പക്ഷി തൻ്റെ ചിറക് കൊടുക്കുമായിരുന്നോ? ഇല്ല. കാരണം ആ പക്ഷികൾക്ക് ഏറ്റവും നിലനിൽപ്പ് എന്താണ്? ആ ചിറകിലാണ് ആ പക്ഷി നിലനിൽക്കുന്നത്. ആ നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ പക്ഷി പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാണ് പറയുന്നത്. നൗജവാൻ പക്ഷിക്കോ अपने भविष्य और अस्तित्व के संबंध में कोई चिंता नहीं है. ഒരു ചിന്തയില്ല. അവൻ എന്താ ചെയ്യുന്നത്? കോയി മെഹനത്ത് കിയേ ബിന, ഒരു പരിശ്രമം കൂടാതെ എനിക്ക് എന്ത് നേടാൻ സാധിക്കും, എനിക്കത് മതി. അതാണല്ല ആ പക്ഷിയുടെ ചിന്ത. കോയി മെഹനത്ത് കിയേ ബിന ആസാനിസ്, എളുപ്പത്തിൽ എനിക്ക് എന്ത് നേടണം? എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കണം. ആസാനി സെ മിലനെ വാലി ഭോജൻ സെ സന്തുഷ്ട ഹോനെ കാ മനോഭാവമാണ് അവനിൽ പ്രകടമാവുന്നത്. അല്ലേ? എനിക്ക് ഒരു പരിശ്രമം കൂടാതെ എൻ്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ ചെയ്യും. അതായത് ഇപ്പോഴത്തെ മനുഷ്യരുമായിട്ട് ഇത് കണക്ട് ചെയ്യാം. അല്ലേ? ഇപ്പോഴത്തെ മനുഷ്യർ അങ്ങനെ തന്നെയല്ലേ? എൻജോയ് ദ പ്രസൻറ്റിൽ ജീവിക്കുക. ഫ്യൂച്ചറിലേക്ക് ഒന്നും മാറ്റി വയ്ക്കാതെ പ്രസൻറ്റിൽ ജീവിച്ചു പോവുക. ഇപ്പം എന്താണ് അതിനുവേണ്ടി ഈ പ്രസൻറ്റിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നഷ്ടപ്പെടുത്താൻ പറ്റുമോ അതിനൊക്കെ ഞാൻ തയ്യാറാണ് എന്ന നിലയിലാണ് ഓരോ മനുഷ്യരും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? ആ മനുഷ്യരുമായിട്ട് നമുക്ക് ആരെ ബന്ധപ്പെടുത്താം? നമ്മുടെ നൗജവാൻ പക്ഷിയെ ബന്ധപ്പെടുത്താം. അപ്പം എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? ആസാനി സേ മിലനെ വാലി ഭോജൻ സേ സന്തുഷ്ട ഹോനെ കാ മനോഭാവം. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലേ? കുച്ച് ദിനോं തക് ऐसा ही चलता रहा. അങ്ങനെ കുറച്ച് ദിവസം ഇത് തുടർന്നു കൊണ്ടേ പോയി. ഏക് ദിൻ, അങ്ങനെയോ ഒരു ദിവസം ഉസ്കെ പിതാനെ ദേഖ് ലിയാ, അവൻ്റെ അച്ഛൻ ഇവൻ ചിറക് കൊടുത്തിട്ട് ചിതലിനെ മേടിക്കുന്ന അവൻ്റെ അച്ഛൻ കണ്ടു. ഉസ്നെ സംജാനേക്ക് കോശിഷ് കി, അച്ഛൻ തൻ്റെ മകനെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ തെറ്റ് തിരുത്താൻ ശ്രമിച്ചു. എന്താ പറഞ്ഞത്? ബേട്ടേ, മകനെ നീ മനസ്സിലാക്കണം, ധീമകി ഹമാര സ്വാഭാവിക ആഹാർ നഹീ ഹെ. മകനെ നീ മനസ്സിലാക്കണം, ഈ ചിതലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണമല്ല. സ്വാഭാവിക ആഹാർ നഹീ, നമ്മുടെ ഭക്ഷണമല്ല. അവർ ഉൻകെ ലിയേ അപ്നെ പങ്ക് തോ ഹർഗിസ് നഹീ ദിയാ ജാ സക്തേ. എന്താ പറയുന്നത്? അതിനു വേണ്ടി നമ്മൾ ഒരിക്കലും മകനെ കൊടുക്കരുത് എന്നാണ് അച്ഛൻ മകനെ ഉപദേശിക്കുന്നത്. ഹർഗിസ് എന്ന് പറഞ്ഞാൽ നെവർ, ഒരിക്കലും എന്നാണ് കേട്ടോ അർത്ഥം. മനസ്സിലായില്ല? അപ്പോൾ ഒരു അച്ഛൻ മകനെ ഉപദേശിക്കേണ്ടത്, തെറ്റ് കണ്ടപ്പോൾ അച്ഛൻ തിരുത്തി. അല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ധീമകി ഹമാര സ്വാഭാവിക ആഹാർ നഹീ ഹെ और उनके लिए अपने पंग तो हरगिज नहीं दिया जा सकते. यहाँ किस सच्चाई की ओर संकेत किया गया है എന്നാണ്. എന്താണ്? ആഹാരമാണ്. അല്ലേ? നമ്മുടെ ആഹാരത്തുമായി ബന്ധപ്പെട്ടാണ് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. എന്താണ് യാഥാർത്ഥ്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? അതായത് നമ്മുടെ പക്ഷി സ്വാഭാവിക ആഹാരമല്ല ഇപ്പോൾ ഭക്ഷിക്കുന്നത്. അച്ഛൻ ഉപദേശിക്കുകയാണ് മകനെ, ഇത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആഹാരമല്ല, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ആഹാരമല്ല എന്ന്. നമ്മൾ ഇപ്പോഴത്തെ കാലവുമായി ഇത് റിലേറ്റ് ചെയ്തൂടെ? നമുക്കറിയാം, നമുക്കൊരു സംസ്കാരമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഫുഡിൻ്റെ കാര്യം തന്നെ ആയിക്കോട്ടെ. ഫുഡിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ, മറ്റു കാര്യങ്ങളല്ല. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് ആഹാരങ്ങളുണ്ട്. അല്ലേ? നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ തന്നെ നമുക്കുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്ക് തിരിഞ്ഞില്ലേ? മനുഷ്യരും എന്ത് ചെയ്യുന്നു? ഫാസ്റ്റ് ഫുഡിലേക്ക് തിരിയുന്നു. അപ്പം നമുക്ക് എന്ത് റിലേറ്റ്, എങ്ങനെ പറയാം? യഹാം ഹമാരി
ഖാദ്യ സംസ്കൃതിക്ക് ഓർ സംഗീത് കിയാ ഗയാ ഹെ. ഖാദ്യ സംസ്കൃതി അല്ലെങ്കിൽ ഖാദ്യ സംസ്കാര ഭക്ഷ്യ സംസ്കാരത്തിലേക്കാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. ഹം അപ്നെ സ്വാഭാവിക ആഹാർ കോ ചോഡ്കർ ഫാസ്റ്റ് ഫുഡ് സംസ്കൃതി കോ പീछे ഭാഗ് രഹേ ഹെ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആഹാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് എവിടെയാണോ ഫാസ്റ്റ് ഫുഡ് ഉള്ളത്, ബർഗറും പിസയും പോലുള്ള ഫാസ്റ്റ് ഫുഡ് ഒരുപാടുണ്ടല്ലേ, ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ബർഗറും പിസ്സ ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ പിന്നാലെ പോവാണ് നമ്മൾ. ശുരുമേ ബഡി രസീലി ലഗേഗി, ശരിയെന്നല്ലേ? ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ടേസ്റ്റായി തോന്നില്ല. ഇതെന്ത് ടേസ്റ്റാണ്, ഇനി നാളെയും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നാളെയും കഴിക്കും. നാളെ കഴിച്ചാലോ ഇനി നാളെയും കഴിക്കുന്നതാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? അതൊരു ശീലമായി തന്നെ മാറും ഓരോ മനുഷ്യരിലും, അല്ലേ? ആദ്യമൊക്കെ നമ്മൾ ഭയങ്കര ടേസ്റ്റോട് കൂടി കഴിക്കും. ലേക്കിൻ എന്നാൽ അവസാനം എന്താവും? പരിണം ഭയാനക ഹോക. അവസാനം നമുക്ക് ഓരോ ഓരോ രോഗങ്ങൾ പിടിപെടും ചെയ്യും. ഇവിടെ പക്ഷിയുടെ സ്ഥിതി അങ്ങനെയാണല്ലേ. പക്ഷിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്താണ്? സ്വാഭാവിക ആഹാരം നെയ്യ് ഹേ, അത് നാച്ചുറൽ ആഹാരമല്ല മകനെ. നീ എന്ത് ചെയ്യണം? സ്വന്തം ചിറക് കൊടുത്തുകൊണ്ട് നമ്മുടെ ഫാസ്റ്റ് ഫുഡായി, അവരുടെ ഫാസ്റ്റ് ഫുഡാണ് എന്ത് ദീമക എന്ന് പറയുന്നത്, എന്നിട്ട് അത് വാങ്ങുന്നത് നിർത്തൂ എന്ന് പറഞ്ഞിട്ടും ആര് കേട്ടില്ല? നമ്മുടെ പക്ഷി കേൾക്കുന്നുണ്ടോ? പക്ഷി ചെയ്ത് നോക്കിയേ. ലേക്കിൻ എന്നാൽ ഉസ് നൗജവാൻ പക്ഷിനെ ബഡേ ഹി ഗർവ് സേ അപ്നെ മുँह दूसरे ओर कर लिया. എന്ത് ചെയ്തവൻ? ബഡേ ഹി ഗർവ് സേ, ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ട്, ഗർവ് എന്ന് പറഞ്ഞാൽ അഹങ്കാരം, പ്രൈഡ്, അഹങ്കാരത്തോട് കൂടിയിട്ട് തൻ്റെ മുഖം കെട്ട് തിരിച്ചു. ദൂസരി ഓർ കർ ലിയ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. എന്തെങ്കിലും നമുക്ക് ഉപദേശിച്ചാലോ, നമ്മുടെ മൂത്തവർ ഉപദേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മളെ മുഖം വീർപ്പിച്ചിട്ട് ഒറ്റ തിരിക്കാനാണ്, അല്ലേ? അതേപോലെ നമ്മുടെ പക്ഷിയും അവൻ്റെ അച്ഛൻ്റെ ഉപദേശം കേട്ടിട്ട് അങ്ങനെ ചെയ്തു. ഉസേ ജമീൻ പർ ഉതർക്കർ ധീമക്കേം ഖാനെ കി ചട്ട് ലഗി ദി. അവൻ്റെ അച്ഛൻ പറയുന്നത് നല്ല ശ്രദ്ധ, അവൻ്റെ ശ്രദ്ധ എന്തിലായിരുന്നു? എങ്ങനെയെങ്കിലും ഇപ്പം ചെതലിനെ മേടിക്കണമല്ലോ ആ കാളവണ്ടിക്കാരിൽ നിന്ന്, അതിനുള്ള തിടക്കത്തിലായിരുന്നു. ചെടെന്ന് പറഞ്ഞാൽ തിടുക്കം, കേട്ടാ. ഒരു എന്തിലായിരുന്നു അവൻ? ഒരു ഹറി എന്നൊക്കെ പറയില്ല, അതിലായിരുന്നു. ഉസേ നത്തോ ദൂസരെ കീടെ അച്ഛേ ലഗ്തേ ന ഫൽ ന അനാജ് കേദാനെ. ഇപ്പം അവന് ഒന്നും വേണ്ട, ഇത് മാത്രം മതി, ഈ ചിതലിനെ മാത്രം മതി. ഉസന്നത്ത് ദൂസരെ കീടെ അച്ഛേ ലഗ്തേ. അവന് മറ്റുള്ള പ്രാണികളെയും വേണ്ട. അവൻ നേരത്തെ പറയുന്നുണ്ട്, ഹവാമയും തയർത്തേ ഹുയേ കീടോക്കോ മിൽത്തേരി എന്ന് പറഞ്ഞില്ലേ അവൻ. ഈ വായുവിൽ നീന്തി പോകുന്ന പ്രാണികൾ എനിക്ക് കിട്ടാറുണ്ട്. ഇപ്പം അതിനും വേണ്ട അവനെ. മാത്രമല്ല നഫൽ, പഴങ്ങളും വേണ്ട. അനാജിക്കേതാനെ, ധാന്യമണികളെയാണ് ഈ പറയുന്നത്. അനാജിക്കേതാനെ എന്ന് പറഞ്ഞാൽ ധാന്യമണികൾ. ഈ പക്ഷികളൊക്കെ കൊത്തി തിന്നിട്ടില്ലേ? എന്തുകൊണ്ടാണ് അവൻ്റെ ഇതൊന്നും വേണ്ടാത്തത്? ദീമകോം കാ ഷോക്ക് അബ് ഉസ്പർ ആവിയോഗയാത. ഈ ദീമകനോടുള്ള, ഈ ചിതലിനോടുള്ള താല്പര്യം അവനിങ്ങനെ അഡിക്റ്റ് ആയിരിക്കുന്നു അവൻ്റെ ശരീരത്തിൽ. ലേക്കിൻ ഏസ കിത്തനെ ദിനോം തക് ചൽത്താ. കിത്തനെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ കൈന്ന്, ചില ടെക്സ്റ്റിൽ അങ്ങനെ കണ്ടിട്ടുണ്ടാവും. കൈന്ന് അർത്ഥം എന്താ? എത്ര. കിത്തനെ എന്നാണ് കേട്ടോ. എത്ര നാൾ അവനെങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയും? കാരണം എന്താ? ഉസ്കി പങ്കോം കി സംഖ്യ ലഗാതാർ ഘടത്തി ചലി ഗൈ. അവൻ്റെ ചിറകുകളുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടേയിരുന്നു. ലഗാതാർ, തുടർച്ചയായിട്ട്, ഘടത്തി ചലി ഗൈ, കുറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഊഞ്ചായോം പർ, ഇപ്പം അവന് എന്ത് ചെയ്യുന്ന പറ്റണില്ല? ഊഞ്ചായോം പർ, ഉയരങ്ങളിൽ അപ്പന സന്തുലൻ സാധന ഹി സക്തതാ, തൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷികൾക്ക് ചിറകല്ലേ വേണ്ടത്? ആ ചിറക് ഉപയോഗിച്ചിട്ടാണ് അവർ പറക്കുന്നതല്ലേ. ആ ചിറകില്ലെങ്കിൽ അവർക്ക് പറക്കാൻ സാധിക്കുമോ? ഇല്ല. അതാണ് പറയുന്നത് സന്തുലൻ സാധന ഹി സക്തതാ. ന ബഹുത് സമയ തക് പങ്കുസെ സഹാര ദേ സക്തേ ദേ. ആകെ കുറച്ചേ ഇനി ചിറകുള്ളൂ. ആ ചിറകനെ അവനെന്ത് പറ്റുന്നില്ല? ഒരു ആശ്രയമായിട്ട് നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താ? ഒരു സപ്പോർട്ട്, സഹാര എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല. കാരണം കുറേ ചിറക് വേണ്ടേ പക്ഷികൾക്ക് പറക്കാൻ, അല്ലേ? സക്തത. ആകാശയാത്ര के दौरान उसे जल्दी जल्दी पहाड़ी चट्टानों, पेड़ों की चोटियों, കുമ്പതോ ഓർ ഭുർജോം പോർ ഹാഫ്തേ ഹുയെ ബഡ് ജാനാ പഡ്താ. അപ്പം എന്താണ്? അവനിങ്ങനെ പറക്കുന്ന സമയത്ത്, നീലാകാശത്തിലൂടെ പറക്കുന്ന സമയത്ത് അവനെന്ത് പറ്റി? പെട്ടെന്ന് അവന് കിതയ്ക്കാൻ തുടങ്ങി. ജൽദി ജൽദി പഹാടി ചട്ടാനോ. ആദ്യമൊക്കെ അങ്ങനെ തുടർച്ചയായിട്ട് അവർ എത്ര ദൂരം വരെ പറക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അവന് എന്ത് ചെയ്യാൻ തുടങ്ങി? അവൻ നീലാകാശത്തിലൂടെ പറക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ ജൽദി ജൽദി, പെട്ടെന്ന് പഹാടി ചട്ടാനോ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മലമുകളിലെ ഈ പാറക്കല്ലുകളൊക്കെ ഉണ്ടാവില്ല, അതാണ് പറയുന്നത് പഹാടി ചട്ടാനോ എന്ന് പറഞ്ഞാൽ. ഈ ചട്ടാനോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാറക്കെട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ പാറക്കെട്ടിലൊക്കെ അവന് ഇരിക്കാൻ തുടങ്ങി.
പാറക്കെട്ടിൽ മാത്രല്ല, പിന്നെ എവിടെയാണ് പേടോങ്കി ചോട്ടിയും. പേടോങ്കി ചോട്ടിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ മരത്തിന്റെ മുകൾ അഗ്രത്തെയാണ്. പേടിക്ക് ശിഖ എന്നൊക്കെ പറയില്ലേ, മുകൾ അഗ്രം. ഏറ്റവും ഉയർന്നു നിൽക്കുന്ന അഗ്രത്തിലും അവൻ വന്നിരിക്കാറുണ്ട്. മാത്രല്ല ഗുംബദും ഓർ ബുർജോം പർ. ഗുംബദോ എന്ന് പറഞ്ഞാൽ ഈ ഗോപുരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഈ പള്ളിയുടെ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾ, ഒരു താഴികക്കുടം പോലെ നിൽക്കില്ല, അതിനെയാണ് ഗുംബദ് എന്ന് പറയുക. അതായത് ഉയർന്നു നിൽക്കുന്ന ഒരു ഗോപുരം. ബുർജു എന്ന് പറഞ്ഞാൽ ടവറുകൾ. ടവറിലും ഒക്കെ എങ്ങനെ വന്നിരിക്കാൻ തുടങ്ങി? ഹാഫ്തേ ഹുയെ, കിതച്ചുകൊണ്ട്. കാരണം ക്ഷീണായവന് പറക്കാൻ എന്തില്ല, ചിറകുകളില്ല. എന്നിട്ട് ഹാഫ്തേ ഹുയെ ബൈഠ് ജാന പड़ता, അങ്ങനെ അവർ വന്ന് ഇരിക്കേണ്ടി വന്നു. उसके परिवार वाले तथा मित्र ऊंचाइयों पर तैरते हुए आगे बढ़ जाते. അപ്പോഴോ ഇവൻ ക്ഷീണിച്ചിങ്ങനെ വന്നിരിക്കുമ്പോൾ അവൻ ഇങ്ങനെ കാണാണ് തൻ്റെ കൂട്ടുകാരന്മാരിങ്ങനെ ഉയരങ്ങളിലേക്ക് പറന്നു പോണത് അവൻ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹോത് പിച്ചട് ജാത്ത, അവൻ എന്തായി, വളരെയധികം പിറകിലായിപ്പോയി. പിച്ചട് ജാത്ത എന്ന് പറഞ്ഞാൽ എന്താ? പിച്ചട് ജാത്ത എന്ന് പറഞ്ഞാൽ അവൻ ഒരുപാട് പിറകിലായിപ്പോയി. ശരിയല്ലേ, പിന്നിലായി. ആദ്യമൊക്കെ അവൻ നല്ല ഉയരത്തിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ ചിറകില്ലാത്തത് കാരണം അവന് പറക്കാൻ കഴിയുന്നില്ല. ഫിർ ഭി ധീമക് ഖാനെ എത്രയായാലും അവന് ചെതലത്തെല്ലാം തിന്നാനുള്ള താല്പര്യം അവന് ഒട്ടും കുറഞ്ഞില്ല. ധീമകോं के लिए गाड़ी वाले को वो अपनी पंक्तोടെ तोड़ कर देता रहा. എന്താ ചെയ്തത് അവൻ? ഇനിയിപ്പൊ എത്ര ക്ഷീണിച്ച് അവൻ എല്ലായിടത്തും ഇരുന്നാലും ഒരിക്കലും അവൻ ചിതലെത്തുന്നത് നിർത്തിയില്ല. പിന്നെയും തൻ്റെ ഉള്ള ചിറക് വെച്ചിട്ട് ആ കാളവണ്ടിക്കാരനെ കൊടുത്തുകൊണ്ട് ചിതലിനെ മേടിച്ചുകൊണ്ടേ അവൻ ഇരുന്നു. പിന്നെയോ തോട് കൊടുക്കുന്ന മനസ്സിലായില്ലേ? അതായത് പുൾ വലിച്ചുകൊണ്ട് പറിക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഷോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻട്രസ്റ്റ്, താല്പര്യം. പിന്നെ നോക്കിക്കേ, ഫിർ ഉസ്നെ സോച്ചാ കി ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിസൂൽ ഹൈ. എന്താണ്? പിന്നെ അവൻ അങ്ങനെ ചിന്തിക്കുകയാണ്, ആസ്മാനുമേ, ഈ ആകാശത്തിൽ പറക്കാന്നൊക്കെ പറഞ്ഞാൽ ഫിസൂൽ ഹൈ, ഒരു എന്താണ്, ഒരു മണ്ടത്തരമാണ്, യൂസ്ലെസ് ആണ്, വെറുതെയാണ്. അപ്പോൾ മൂർഖോം കാ കാം ഹെ, അത് ആരുടെ ജോലിയാണ്? മൂർഖം എന്ന് പറഞ്ഞാൽ ഫൂൾ, വിഡ്ഢികളുടെ ജോലിയാണ് ഈ ആകാശത്തൊക്കെ പറന്ന് പോകുക എന്ന് പറഞ്ഞാൽ. ഉസ്കി ഹാലത്ത് യഹ്ദീക്കി അവ ആസ്മാൻ മേ ഉഡ് ഹി നഹി സക്താ താ. ഇപ്പം അവൻ്റെ അവസ്ഥ എന്താണ്? ഹാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം അവൻ്റെ അവസ്ഥ എന്താണ്? അവ ആസ്മാൻ മേ ഉഡ് ഹി നഹി സക്താ താ. ഇപ്പം അവന് പറക്കാൻ തന്നെ കഴിഞ്ഞില്ല ഇവിടെ ആകാശത്തിൽ. കാരണം എന്താ? ചിറകില്ല. वो सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. അവൻ എങ്ങനെയാ ഇപ്പൊ ചെയ്യുന്നതെന്നറിയോ? അവൻ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. സിർഫ്, ഓൺലി എന്നാണ് അർത്ഥം, മാത്രം. ഏക്ക് പേട് സെ ഉടുക്കർ, ഒരു മരത്തിൽ നിന്നും പറന്നിട്ട് ദൂസരേ പേട് തക് പഹുഞ്ച് പാത്ത, മറ്റൊരു മരത്തിലേക്ക് പോകും. നമ്മൾ ഈ കോഴികളൊക്കെ പറക്കുന്ന കണ്ടിട്ടില്ലേ? കോഴികൾക്ക് അധിക ദൂരം പറക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെയൊന്നും ഇപ്പൊ അവന്റെ സ്ഥിതിന്ന്. ഉടുക്കർ ദൂസരേ പേട് തക് പഹുഞ്ച് പാത്ത. ധീരെ ധീരെ ഉസ്കി യഹ് ശക്തി ഭി കം ഹോത്തി ഗയി. പതുക്കെ പതുക്കെ, ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ, ഉസ്കി യേ ശക്തി, അവനുള്ള ഈ ശക്തിയും ആകണ്ടേന്നാണ്, അതും കം ഹോത്തി ഗയി, അതും കുറഞ്ഞു. और एक समय वह आया जब वह बड़ी मुश्किल से पेड़ की एक ढाल से लगी हुई दूसरी ढाल पर चलकर ഫുദുക്ക് കർ പഹുഞ്ചിത. എങ്ങനെയാണ്? ഒരിക്കലാണ് എന്ത് പറ്റി? ഏക് സമയ ആയി, അവൻ വന്നിരുന്നു. അവ ബടിയ മുഷ്കിൽ സേ, അങ്ങനെ അവൻ വളരെ ബുദ്ധിമുട്ടിയിട്ട്, മുഷ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട്, ബേഡിക്ക് ഏക് ഢാൽ സേ, മരത്തിൻ്റെ ഒരു ശാഖയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചിൽ നിന്നും ലഗി ഹുയി ദൂസരി ഡാൽ പർ. അത്ര മാത്രം. ആദ്യം നമ്മൾ പറഞ്ഞു ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക്. ഇതിപ്പോൾ അങ്ങനെയല്ല, ഒരു മരത്തിൻ്റെ ഒരു കൊമ്പിൽ നിന്നും അടുത്ത കൊമ്പിലേക്ക്, അത്രയവൻ. और एक समय आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरी डाल पर, അടുത്ത കൊമ്പിലേക്ക്. ചൽക്കർ, ഇങ്ങനെ ചൽക്കർ എന്ന് പറഞ്ഞാൽ ഈ നടക്കുക എന്നൊക്കെ അർത്ഥത്തില്ല, അത്ര. ചൽക്കർ ഫുദക്ക് കർ, ഫുദക്ക് എന്ന് പറഞ്ഞാൽ ചാടുക, വെറും പറക്കല്ല കേട്ടോ ചെയ്യുന്നത്. ഫുദക്ക് കർ, ചാടിയിട്ട് പൗഞ്ചിത എത്തി. ലേക്കിൻ ധീമക് ഖാനെ കാ ഷൗക്ക് നഹീ ചൂട്ടാ. എന്താ ഇപ്പം എന്തൊക്കെ സംഭവിച്ചിട്ടും അവൻ്റെ ധീമകിനെ തിന്നാനുള്ള ഇഷ്ടം ചൂട്ട ഒരിക്കലും അവനിൽ നിന്നും വേർപെട്ടില്ല. ചൂട്ട എന്ന് പറഞ്ഞാൽ കുറഞ്ഞില്ല, ഡിപ്പാർട്ട്, അവനിൽ നിന്നും വേർപെട്ടില്ല എന്നർത്ഥം കേട്ടോ. ഡിപ്പാർട്ട് എന്നൊക്കെ പറയില്ല, അതാണ് ചൂട്ടാൻ്റെ മീനിങ്. ബീച്ച് ബീച്ച് മേ ഗാഡിവാല ബുദ്ധ ദേ ജാത്ത. ബുദ്ധ ദേ ജാത്ത എന്ന് പറഞ്ഞാൽ ഗാഡിവാല എന്ത് ചെയ്തു? ഗാഡിവാലയ്ക്ക് മനസ്സിലായി, നമ്മളെ കാളവണ്ടിക്കാരൻ എന്ത് മനസ്സിലായി? ഇതിപ്പോ നടക്കണ കാര്യമില്ല, കാരണം ചിറകൊക്കെ കഴിഞ്ഞു അല്ലേ? അപ്പം എന്ത് ചെയ്തു? ബുദ്ധ ദേ ജാത്ത, അവനെ കബളിപ്പിച്ചു കൊണ്ടിരുന്നു, ചീറ്റ് ചെയ്തുകൊണ്ടിരുന്നു.
വ കഹീ നസർ മേ ന ആത്താ, ഒരിക്കലും ആ പക്ഷിയുടെ കൺമുന്നിൽ ആര് വന്നില്ല? നമ്മളെ കാളവണ്ടിക്കാരൻ വന്നില്ല. പക്ഷി ഉസ്കെ ഇന്തസാർ മേ ഗുൽത്താ രഹാ, പക്ഷെ നമ്മുടെ പക്ഷി എന്ത് ചെയ്തു? അവന്റെ കാത്തിരിപ്പ്, ഇന്തിസാർ എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പ്, അവനെ ആ കാളവണ്ടിക്കാരനെ കാത്തിരുന്നുകൊണ്ട് ദക്കയ, ഗുൽത്താരഹ എന്ന് പറഞ്ഞാല് ദക്കയ, ക്ഷീണിച്ചു പോയി എന്നർത്ഥം കേട്ടാ. ബുത്ത എന്ന് പറഞ്ഞാല് അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കബളിപ്പിക്കുക. അതേപോലെ തന്നെ ഗുൽത്താരഹ എന്ന് പറഞ്ഞാൽ ദക്കയ, അവൻ ക്ഷീണിച്ചു പോയി എന്നർത്ഥം. ഇന്തിസാർ എന്ന് പറഞ്ഞാല് കാത്തിരിക്കുക, കാത്തിരിപ്പ്. ലേക്കിൻ ധീമകോം കാ ഷോക്ക് ജോസേതാ, അവനിൽ അപ്പോഴും ആ ചിതലിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഉസ്നെ സോച്ച്, അങ്ങനെ അവൻ ചിന്തിച്ചു. മേ ഖുദ് ധീമകെ ഡൂണ്ടൂങ്ക, എനിക്കെന്തിനാ വേറൊരാളെ സഹായം, ഇനി ഞാൻ സ്വയം ചിതലിനെ തിരയും. മേ ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം, ധീമകെ ഡൂണ്ടൂങ്ക. ഇസ്ലിയെ, അങ്ങനെ എന്ത് ചെയ്തവൻ? ഇസ്ലിയെ വ പേട് പർ സെ ഉതർക്കർ ജമീൻ പർ ആ ഗയ, അങ്ങനെ അവൻ ആ മരത്തിന് മുകളിലായിരുന്നു, മരത്തിന് മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. ഉതർക്ക് എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്നു. ജമീൻ പർ ആ ഗയ, അങ്ങനെ നിലത്ത് വന്നു. और घास के एक लहराते गुच्छे में सिमट कर बैठ गया, എങ്ങനെ അവൻ വന്നിരുന്നു? ഘാസ് എന്ന പുല്ലിൻ്റെ, എക്ക് ലഹരാത്തേ കുച്ച എന്ന് പറഞ്ഞാൽ, ലഹരാന എന്ന് പറഞ്ഞാൽ ആ പുല്ലിൻ്റെ ഒരു ഇളക്കുണ്ടാവില്ലേ, വേവ് എന്നൊക്കെ പറയില്ല, പുല്ലിൻ്റെ ഒരു ആട്ടം, അതിനാണ് പറയാം ലഹരാന. ഗുച്ച എന്ന് പറഞ്ഞാൽ ഒരേ തരം പുല്ലുകളുടെ കൂട്ടത്തെയാണ് ഗുച്ച എന്ന് പറയാം. സിമിട്ടക്കർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവൻ ചുരുണ്ടുകൂടി, വയ്യാത്തല്ലേ, ചുരുണ്ടുകൂടി ഇങ്ങനെ ഇരുന്നു എന്ന്. അങ്ങനെ എന്ത് ചെയ്തു? അവൻ നിലത്ത് വന്ന് ആ ഒരേ തരത്തിലുള്ള പുല്ലുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ അവൻ ചുരുണ്ടുകൂടിയിരുന്നു. ഫിർ ഏക് ദിൻ ഉസ് പക്ഷി കെ ജീമേ ന മാലൂം ക്യാ, എന്താ പറയുന്നത്? അങ്ങനെ ഒരു ദിവസം അവൻ എന്ത് വന്നു? പക്ഷിക്ക് ജീമേ, ജി എന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്ത് വന്നു? ന മാലൂം, അറിയില്ല, ക്യായ, എന്ത് വന്നു എന്നറിയില്ല. എന്താ അവൻ വിചാരിച്ചത്? वो खूब मेहनत से जमीन में उनसे दीमकें चुन चुन कर खाने के बजाय उन्हें ഇക്കട്ടാ കർണയിലേക്ക, അങ്ങനെ ഒരുപാട് കിട്ടി തുടങ്ങിയപ്പോൾ അവൻ ആർത്തിയായി. അവൻ എന്ത് ചെയ്തു? ഖൂബ് മെഹനത്തെ, ഭയങ്കര വളരെയധികം പണിപ്പെട്ടിട്ട്, മെഹനത്ത് പറഞ്ഞാൽ ഹാർഡ് വർക്ക്, എല്ലാവർക്കും അറിയില്ലേ ഹാർഡ് വർക്ക്. മാലു എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. മാലു എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നർത്ഥം. ജമീൻ മീൻസ് ദീമകീൻ ചുൻ ചുൻ കർ, അങ്ങനെ നിലത്തുനിന്ന് എന്ത് ചെയ്തു? ആ ചിതലിനെ ചുൻചുർക്കർ സെലക്ട് ചെയ്തിട്ട് ഖാനയ്ക്കേ പാച്ചു, ഇപ്പം തിന്നല്ല അവൻ ചെയ്തത്, ആ തിന്നുന്നതിന് പകരം, ഭക്ഷിക്കുന്നതിന് പകരം അവന് ഇക്കട്ടാ കർണയിലാക്ക, ഇക്കട്ടാ കർണ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യാൻ തുടങ്ങി. അബ് ഉസ്കെ പാസ് ദീമകവും കെട്ടേർ ഹോകെ, ഇപ്പം അവൻ്റെ അടുത്ത് എന്ത് വന്നു? എൻ്റെ അമ്മ നിറയെ ഈ ചെതലുകളുടെ കൂട്ടായി, ടേർക്കേട്ടേർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂന പോലെ കുന്നുകൂടി ഇപ്പം അവൻ്റെ മുന്നിൽ എന്ത് വന്നു? ചിതൽ വന്നു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടല്ലേ ഈ പിക്ചർ. അവനെ ഇക്കട്ടാ കറക്കിയ അവൻ കളക്ട് ചെയ്ത് അവസാനം ചിതലിൻ്റെ ഒരു കൂന തന്നെ അവൻ്റെ മുന്നിൽ രൂപപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ ഈ പിക്ചർ? ഫിർ ഏക് ദിൻ ഏകായേക് വ ഗാഡി വാല ദിക്കായി ദിയ, അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന്, ഏകായേക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഗാഡി വാല നമ്മുടെ കാളവണ്ടിക്കാരനെ കണ്ടുമുട്ടി. പക്ഷിക്കോ ബഡീ ഖുഷിയോയി, അങ്ങനെ പക്ഷിക്ക് എന്തായി? വളരെയധികം സന്തോഷമായില്ലേ. ഉസ്നെ പുക്കാർ കർക്കഹ, അവനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. പുക്കാർന്ന് പറഞ്ഞാൽ വിളിക്കുക. എന്താ വിളിച്ചത്? ഗാഡിവാലേ, ഗാഡിവാലേ, ഏ കാളവണ്ടിക്കാരാ, मैं कब से तुम्हारा इंतजार कर रहा था, ഞാൻ എപ്പോൾ മുതൽ, കബ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോൾ മുതൽ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയതാണ്. ഇന്തിസാർ എന്ന് പറഞ്ഞാൽ കാത്തിരിപ്പ് അല്ലേ, എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ. എത്ര കാലമായി ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. പഹ്ചാനി ആവാസ് സുൻകർ ഗാഡിവാല രുഖയ, ഞാനിത് അറിയുന്ന ശബ്ദമാണല്ലോ. പഹ്ചാനി എന്ന് പറഞ്ഞാൽ അറിയുന്ന, തിരിച്ചറിയുന്ന, ആവാസ് എന്ന് പറഞ്ഞാൽ നോയ്സ്, ശബ്ദം, സുൻകർ കേട്ടിട്ട്, ഗാഡിവാല രുഖയ, ഗാഡിവാല നിന്നു. പക്ഷിനെ കഹ, അങ്ങനെ പക്ഷി എന്ന് പറഞ്ഞു. ദേക്കോ മെമ്നെ കിത്തനീ സാരി ദീമക്കിയും ജമാ കർ ലീ ഹെ, കണ്ടോ ഞാൻ എത്ര കൂട്ടമാണ് ഞാൻ ഈ ചിതലിനെ ജമാ കർ ലീ ഹെ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ? എൻ്റെ മുന്നിൽ എത്ര വലിയ കൂന തന്നെയുണ്ട്. ഗാഡി വാലേക്കോ പക്ഷി കി ബാത് സമജ് മേ നഹീ ആയി, പക്ഷെ നമ്മുടെ കാളവണ്ടിക്കാരൻ ഈ പക്ഷി എന്തായി പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഉസ്നെ സിർഫ് ഇത്തന കഹ, അവൻ ഇത്ര മാത്രം. ആര് പറഞ്ഞു? നമ്മളെ കാളവണ്ടിക്കാരൻ പറഞ്ഞു. സിർഫ് എന്ന് പറഞ്ഞാൽ ഓൺലി, മാത്രം. എന്ത് പറഞ്ഞു? തുമേ ക്യാ കരൂ, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാന്ന് ആര്? കാളവണ്ടിക്കാരൻ തിരിച്ച് നമ്മുടെ പക്ഷിനോട് ചോദിച്ചു. ഏ മേരി ധീമക ലേലോ और मेरे पंख मुझे वापस कर दो, പക്ഷിനെ ജവാബ് ചെയ്യാ. എന്താ പറഞ്ഞത്? ഏ മേരി ധീമക ലേലോ, ഞാൻ എത്ര കൂനിയായി കൂട്ടി വെച്ചത് കണ്ടില്ലേ? ധീമക ലേലോ, ഈ എടുത്തോളൂ. ലേലോ എന്നാണ് എൻ്റെ ചിതലിനൊക്കെ നിങ്ങൾ എടുത്തോളൂ. അതിന് പകരം മേരെ പങ്ക് മുജിയെ വാപ്പസ് കർ ദോ, എൻ്റെ ചിറക് എനിക്ക് നിങ്ങൾ തിരിച്ചു തരൂ.
പങ്ക് മുझे വാപ്പസ് കർ ദോ. വാപ്പസ് കർന്ന് പറഞ്ഞാൽ തിരിച്ചു തരൂ. പക്ഷിനെ ജവാബ് ദിയ. പക്ഷി മറുപടി നൽകി. ജവാബ് എന്ന് പറഞ്ഞാൽ മറുപടി നൽകി. ഗാഡിവാല ടട്ടാക്കർ ഹസ്പട. ഇത് കേട്ടിട്ട് നമ്മളെ കാളവണ്ടിക്കാരൻ പൊട്ടിച്ചിരിച്ചു. ടട്ടാക്കർ ഹസ്പട എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിച്ചു. ഉസ്നെ കഹ. കാളവണ്ടിക്കാരൻ പറഞ്ഞു, ഹേ ബേവ്കൂഫ്, मैं धीमक के बदले पंग लेता हूँ, पंग के बदले धीमक नहीं. എന്താ പറഞ്ഞത്? ഞാൻ വേണമെങ്കിൽ ഈ ചിതലിന് പകരമായിട്ട് പക്ഷെ ചിറക് മേടിക്കും. പക്ഷെ ചിറകിന് പകരം ചിതലിനെ അല്ല. മനസ്സിലായില്ലേ? ധീമക്കേ ബദലേ പങ്ക് ലേത്താ ഹും. ഈ ചിതലിന് പകരം ഞാൻ ചിറക് മേടിക്കും. എന്നാൽ പങ്ക് ബദലേ, ബദലേ എന്ന് പറഞ്ഞാൽ പകരം, ചിറകിന് പകരം ധീമക് നഹീം, ചിതലുകളെയല്ല. അവിടെ ഉള്ള ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കേ. പക്ഷിക്കോ ബേവ്കോ ഖാനയ്ക്ക് സംബന്ധമേയും അബ്കി റായ് ക്യാ ഹെ. പക്ഷിയെ വിഡ്ഢിയാക്കി മാറ്റിയില്ലേ ആരെ? നമ്മളെ കാളവണ്ടിക്കാരൻ. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നാണ്. ശരി തന്നെയല്ലേ? ബിൽക്കുൽ സഹി ഹേ. ഇത് ശരിയെ തന്നെയാണ്. കാരണം എന്താ? ഈ പക്ഷി പ്രലോഭന്മേയും ഫസ്കർ അപ്പന അസ്തിത്വ ഗോത്താ ഹേ എന്നാണ്. പ്രലോഭനങ്ങളിലൊക്കെ ഫസ്കർ എന്ന് പറഞ്ഞാൽ എന്താ? അകപ്പെട്ടിട്ട് അപ്പന അസ്തിത്വ, എൻ്റെ നിലനിൽപ്പ്, ഖോത്താഹെ നഷ്ടപ്പെടുത്തുന്നു. അന്തമേ അവസാനം അപ്പന അസ്തിത്വ വാപ്പസ് ലേനാക്ക പ്രയാസ്തോ കർത്താഹെ. അവസാനം എന്ത് ചെയ്യുന്നു? അപ്പന അസ്തിത്വ, അവൻ തൻ്റെ അസ്തിത്വം, തൻ്റെ നിലനിൽപ്പ് വാപ്പസ് ലേനേക്ക തിരിച്ചു കിട്ടാനുള്ള പ്രയാസ്തോ കർത്താഹെ. പ്രയാസം അതായത് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. തബ് തക് ഉസ്കാ സബ് കുച്ച് നഷ്ട ഹോ ജാതാ ഹെ. എന്താ? പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഇനിയിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇനി എന്ത് ചെയ്തു കൂട്ടിയിട്ടും കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ പക്ഷിക്ക വ്യവഹാർ ബേവ്കൂഫി ഹി ഹെ എന്നാണ്. സത്യത്തിൽ പക്ഷി ഒരു വിഡ്ഢി തന്നെയാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല എല്ലാവർക്കും? ഗാഡിവാലനെ പങ്ക് ശബ്ദ പർ ബഹുത് ജോർ ദിയാതാ. അപ്പോൾ നമ്മളെ കാളവണ്ടിക്കാരൻ പങ്ക്, ചിറക് എന്നുള്ള ശബ്ദത്തിലൊന്നും കൂടി ഊന്നിപ്പറഞ്ഞിരുന്നു. ജോർ ദിയാത എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഊന്നൽ കൊടുത്തിരുന്നു. ഗാഡിവാല ചലാഗയ. അതും പറഞ്ഞിട്ട് നമ്മളെ കാളവണ്ടിക്കാരൻ്റെ വഴിക്ക് പോയി. പക്ഷി ചട്പടാക്കർ രഗയ. ഇത് കേട്ടിട്ട് പക്ഷിയോ സ്തംഭിച്ചു നിന്നുപോയി. ചട്പടാക്കർ എന്ന് പറഞ്ഞാൽ സ്തംഭിച്ചു നിന്നുപോയി നമ്മുടെ പക്ഷി. എക് ദിൻ, അങ്ങനെ ഒരു ദിവസം, എക്ക് കാലി ബില്ലിയായി, ഒരു കറുത്ത പൂച്ച വന്നു. ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച അല്ലേ? പൂച്ച വന്നു. അവർ അപ്പനെ മുഹമ്മേ ഉസ്നെ ദബാക്കർ ചലി ഗയി. പൂച്ച തൻ്റെ വായിൽ ഉസെ ദബാക്കർ കടിച്ചമർത്തി പിടിച്ചിട്ട് കൊണ്ടുപോയി. ആരെ കൊണ്ടുപോയി? നമ്മുടെ പക്ഷിയെ കൊണ്ടുപോയി. തബ് ഉസ് പക്ഷി കാ ഖൂൻ ടപക് ടപക് കർ ജമീൻ പർ ബൂന്തോ കി ലക്കീർ ബനാ രഹാ താ. പക്ഷി കാ ഖൂൻ, ഖൂൻ എന്ന് പറഞ്ഞാൽ ചോര, രക്തം. ടപക് ടപക് എന്നാൽ ഇറ്റി വീണിട്ട്, ജമീൻ പർ നമ്മുടെ നിലത്ത്, ബൂന്തോ കി ലക്കീർ ബനാ രഹാ താ. ഈ ചോരയുടെ ഇങ്ങനെ തുള്ളികൾ, ബൂന്തോ എന്ന് പറഞ്ഞാൽ തുള്ളികൾ ഇറ്റി വീണിട്ട് ഒരു ലക്കീർ ബനാ രഹാ താ, ഒരു നേർരേഖ പോലെ കാണപ്പെട്ടു എന്ന്. കാരണം ഇങ്ങനെ കടിച്ചമർത്തി പിടിച്ചിട്ട് കൊണ്ടുപോകില്ലേ, അതൊരു നേർരേഖ പോലെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ പക്ഷിക്ക് അവൻ്റെ തന്നെ കർമ്മങ്ങൾ കാരണം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു അല്ലേ? ഇതിൽ സാർത്ഥകമാകുന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ? മൂത്തവരെ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അവൻ്റെ പിതാവ് അപ്പോഴേ പറഞ്ഞുല്ലേ, നന്നല്ല, ധീമുകയും മാന സ്വാഭാവിക ആഹാരം നെഹി ഹെ ബേട്ടെ. മകനെ, ഇത് നമ്മുടെ സ്വാഭാവിക നാച്ചുറൽ ആഹാരമല്ല. നീ അതിനു വേണ്ടി തൻ്റെ സ്വന്തം ചിറക് നൽകുന്നത് നന്നല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ആ പക്ഷിക്ക് പറക്കാൻ കഴിയായിരുന്നെങ്കിൽ ആ പൂച്ച കൊണ്ടുപോയിരുന്നോ? ഇല്ല. ആ പക്ഷിക്ക് പറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ പക്ഷി അവിടെ തന്നെ ഇരുന്നത് അല്ലേ? അല്ലെങ്കിൽ പറന്നു പോവായിരുന്നു. അത്രയും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയല്ലേ? അപ്പൊ സ്വന്തം കർമ്മങ്ങൾ കാരണം അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പക്ഷിക്ക് സ്വന്തം തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ മനസ്സിലാക്കി വന്നപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു അല്ലേ? എന്നിട്ടും നഷ്ടപ്പെട്ട എല്ലാതും വീണ്ടെടുക്കാനേ ഒരു ശ്രമം നടത്തിയപ്പോഴും അവിടെയും പരാജയപ്പെട്ടു. ആരാൽ? നമ്മുടെ കാളവണ്ടിക്കാരനാല് അല്ലേ? അവിടെയും ചതിക്കപ്പെട്ടു. അപ്പൊ വഞ്ചന മനസ്സിലാക്കിയപ്പോഴേക്കും ആകെ നിരാശനായി. അതിൽ പറയുന്നുണ്ടല്ലോ, ആകെ സ്തംഭിച്ച് നിന്നുപോയി. ചട്പടാക്ക രേഖയെന്ന് പറഞ്ഞു ആകെ സ്തംഭിച്ച് നിന്നുപോയി നമ്മുടെ പക്ഷി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? പക്ഷി ഒരു വേണ്ടു വിചാരമില്ലാതെ വെറും പ്രലോഭനങ്ങളിൽ മാത്രം അകപ്പെട്ടു പോകുന്ന ഒരു യുവതലമുറ, ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് നമ്മുടെ പക്ഷിയെ കാണാം അല്ലേ? എല്ലാവർക്കും നമ്മുടെ പക്ഷിയുടെ ജീവിതം ഒരു ഗുണപാഠമാവട്ടെ. ജീവിതത്തിലെ തെറ്റുകളും ശരികളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട്
എല്ലാവരും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പക്ഷി और दीमक കഹാനി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസറും അതേപോലെ തന്നെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സും ആയിട്ട് ഞാൻ വരുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ओके बच्चों, धन्यवाद.